കർത്താവായ യേശുവേ, അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്താലും കുരിശിൽ അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ക്ഷുദ്രപ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സകല തിന്മകളും കുടുംബത്തിൽ ഒരു രോഗങ്ങളാലും തഴക്കദോഷങ്ങളാലും മദ്യപാനം, വ്യഭിചാരം, കലഹം, അശുദ്ധി മുതലായവ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം വഴിയും വിശുദ്ധ മിഖായേൽ മാലാഖമാരോടും മാധ്യസ്ഥം വഴിയും യേശുവിൻ്റെ നാമം മഹത്വപ്പെടുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാദപീഠത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമ്മേ, അങ്ങയുടെ പുത്രൻ വഴി എൻ്റെ ജീവിതത്തിൽ ഉള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരുരക്തമൊഴുക്കി കോടാനകോടി മാലാഖമാരോടുകൂടെ സംരക്ഷണം നൽകണമേ. ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ പറയുക. എൻ്റെ കടബാധ്യതകളുടെ മേൽ എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ. ഇത് മുടങ്ങാതെ 9 ദിവസം 9 പ്രാവശ്യം വീതം ചൊല്ലുക. എത്ര അസാധ്യമായ കാര്യങ്ങളും സാധിക്കുന്നതാണ്. വിശ്വാസത്തോടുകൂടി ചോദിക്കുന്ന ഒരു പ്രാർത്ഥന പോലും അത് ഫലശൂന്യമായി പോകുകയില്ല. നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് സാധിച്ചു കിട്ടും. സാധിക്കുക മാത്രമല്ല, നിനക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശക്തിയും ബലവും സംരക്ഷണവും ഈശോ തരും. പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് നിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നതാണ്. ശക്തമായ പ്രാർത്ഥന ഒരു വ്യക്തിയെയോ കുടുംബത്തെയോ തളർത്തുകയില്ല, സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് അനുഭവം എനിക്കുണ്ട്. നിൻ്റെ ഒരു പ്രാർത്ഥന പോലും ഫലശൂന്യമായി പോകുകയില്ല.